എന്തായാലും ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോരട്ടെ അല്ലേ. അപ്പൊ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനത്തെ നമ്മുടെ വഞ്ചി തപ്പി വന്നപ്പോ വഞ്ചിയുടെ അവസ്ഥ ഇതാണ്, മൊത്തം വെള്ളം കയറി കിടക്കാണ്. അപ്പൊ ഇത് മൊത്തം നമുക്ക് കോരി കളയണേ. നമ്മുടെ മഴ വരുമ്പോ വെള്ളം കയറുന്നാട്ടാ. അപ്പൊ നമ്മളിതിൽ മൊത്തം വെള്ളം പുറത്തേക്ക് ബക്കറ്റ് തന്നെ കോരി കളയണേ. ഒരു കാര്യം നമ്മൾ മറന്നുപോയി, വഞ്ചിയുടെ മെഷർമെന്റ് എടുത്തിട്ട് വേണം നമുക്ക് എഞ്ചിന്റെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ടേപ്പ് വെച്ചുള്ള മെഷർമെന്റ് എടുക്കൽ പരിപാടി തുടങ്ങിയേക്കാണ്. അപ്പൊ നമ്മുടെ വഞ്ചിയുടെ ഫുൾ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം വഞ്ചിക്ക് അധികം കേടുപാടുകൾ വരാത്ത രീതിയിൽ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മോട്ടർ, അതുപോലെ തന്നെ ബാറ്ററി, കൺട്രോളർ, ത്രോട്ടിൽ, ഇത്ര സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇത് നമുക്കൊരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കണ്ട വഞ്ചിമേക്ക് വെക്കാൻ പാകത്തിലുള്ള ഒരു ഫ്രെയിം നമ്മൾ ഇതേ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 10 mm ഷാഫ്റ്റും നമ്മൾ നമ്മുടെ ബൈക്കിന്റെ ഒക്കെ സ്പ്രോക്കറ്റ് ഇല്ലേ, അത് നടുക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുത്തേക്കാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഫ്രെയിമും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അപ്പോൾ ഇനി നമ്മൾ ഇത് ഫ്രെയിമും വെച്ച് നേരെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പോവാണ്. ടൈറ്റ് ആക്കി അടിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നടക്കൂല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ചെയിൻ എടുത്ത് നേരെ നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബെയറിങ്ങിനെ കൂട്ടി നേരെ ടൈറ്റ് ചെയ്തതേ കണ്ട. ഇപ്പം നല്ല ഫ്രീ ആയിട്ട് കറങ്ങാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ മോട്ടർ വെക്കാനുള്ള നേരായിക്കാണ്. നമ്മുടെ മോട്ടർ എടുത്ത് നേരെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ നമ്മുടെ മോട്ടറും ഇതേപോലെ തന്നെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ മോട്ടറായിട്ട് സെറ്റ് ചെയ്ത ഈ കാണുന്ന ഈ ഒരു മെക്കാനിസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന കൺട്രോളറും അതുപോലെ തന്നെ ബാറ്ററിയും ത്രോട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ ത്രോട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ 2 സൈഡിലേക്കുള്ള ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പണി തുടങ്ങുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ജിക്സ് വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കാലുകൾ 8 എണ്ണവും സെറ്റാക്കി വെച്ചു. ഇനി ഇതിനൊന്ന് കവർ ചെയ്ത് ഫ്ലൈവുഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 2 ജലചക്രങ്ങളാണ് ഇരിക്കുന്നത്. പെയിന്റ് അടി പരിപാടിയാണ്, മൊത്തത്തിലൊന്ന് കളറാക്കാന്ന് വിചാരിച്ച്. അടിപൊളി. നമ്മളൊരു തൊണ്ട് ത്രോട്ടിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇനി നമ്മളുടെ വഞ്ചിയിലേക്ക് ഫുള്ള് യന്ത്രഭാഗങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ചക്രം നേരെ നമ്മൾ ഷാഫ്റ്റിലേക്ക് കയറ്റി വെക്കുകയാണേ. ഒറ്റ കയറ്റല്ലോ കേട്ടോ. 1 2 3 കയറ്റിക്കോ. അങ്ങനെ വെച്ചാൽ മതി. നമ്മളുടെ കുറെ നേരത്തെ പണി, ഏകദേശം ഒരു 3-4 ദിവസത്തെ പണിയാണ് ഈ കാണുന്നത്. ഇരിക്കുകയാണ് കേട്ടോ, കന്നി ഇരുത്തുവാണ്. റെഡി 1 2 3 ഗോ. അടിപൊളി. നോക്ക് മക്കളെ, നോക്കിയേ, സംഭവം വർക്കിംഗ് കേട്ടോ. പൊളി സാധനം. മക്കളെ, കേരളത്തിൽ നിങ്ങൾ അടുത്തൊരു വള്ളം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ വള്ളം ഇപ്പൊ എന്റെ കയ്യിലിരിക്കുകയാണ്, വേറെ ആരുടെ കയ്യിലുമില്ല. സംഭവം നോക്കിയാൽ സെറ്റ്.